ആർ എൽ സർക്യൂട്ടിൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ട് കോയിലുകൾ തന്നിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ട്. സപ്ലൈ വോൾട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ്, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240 ഒരു കോയിലിൻ്റെ പേര് എ എന്നാണ്. അതിൻ്റെ ആർ എ എന്ന് പറഞ്ഞാൽ 5 ഓമാണ്. അതായത് ആ കോയിലിലുള്ള റെസിസ്റ്റൻസ് 5 ഓമാണ്. എൽ എ എന്ന് പറഞ്ഞാൽ പോയിന്റ് 0.0015 ഹെൻറിയാണ്. പിന്നെ തന്നിരിക്കുന്നത് രണ്ടാമത്തെ ബി കോയിൽ എന്ന് പറയുന്നത് ഇൻപുട്ട് സപ്ലൈയിൽ നിന്ന് 3 വാട്ടും 2 kVR ആണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പവർ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ 3 കിലോ വാട്ടും 2 kVR ആംഗിള്. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് KVA എന്ന് പറയുന്നത്. നമുക്ക് കറണ്ട് അറിയില്ല, വോൾട്ടേജ് 240 ആണെന്നേ അറിയുള്ളൂ. നമുക്ക് എന്ത് കാണണം? ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസും കാണണം, മറ്റേ റിയാക്റ്റൻസും കാണണം, മറ്റൊരു കോയിൽ ബിൻ്റെ റെസിസ്റ്റൻസും കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം VA കണ്ടുകളയാം. സർക്യൂട്ട് VA എന്ന് പറഞ്ഞാൽ √KVR² + KW² ആണ്. 3² + 2² ആണ്. 3.606 KVA ആണ്. അപ്പോൾ പിന്നെ സീരീസിലെ കറണ്ട് കണ്ടുപിടിക്കാം. കാരണം 3.6 ÷ 240 ചെയ്താൽ 15.6 കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 1000 കൂടെ വേണം. ഇൻറ്റു 1000 കൂടെ ചെയ്താൽ കറണ്ട് ആവുള്ളൂ. KVA ആണ് തന്നുള്ളത്. KVAയിൽ നിന്ന് VAയിലേക്ക് മാറ്റണം. ഇപ്പോൾ വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്ത് പോയി കറണ്ട് മാത്രമായിട്ട് മാറി. 15.03 ആംപിയറായി. അപ്പോൾ കറണ്ട് അബ്സോർബ് ചെയ്യുന്ന പവർ 3 കിലോ വാട്ടാണെന്ന് തന്നിട്ടുണ്ട്. 3 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 15.3² ഇൻറ്റു 2 റെസിസ്റ്റൻസും കൂടി RA + RB, ഇത് 3000 വാട്ടാണ്. അപ്പോൾ RA + RB എന്ന് പറഞ്ഞാൽ 3000 വാട്ട് ഡിവൈഡഡ് ബൈ 15.03ൻ്റെ സ്ക്വയർ ചെയ്താൽ 13.3. RB തന്നിട്ടുണ്ട് 5 ഓമാണ്. 13.5 നിന്ന് 5 കുറച്ചാൽ 8.3 ഓമാണ്. അപ്പോൾ RB ആയി. ഇനി ഇമ്പിഡൻസ് കാണണം. അതായത് RB ഇമ്പിഡൻസ് കാണാൻ കറണ്ട് ഉള്ള സ്ഥിതിക്ക് V / I ചെയ്താൽ 240 ഡിവൈഡ് ബൈ 15.03 എന്ന് പറഞ്ഞാൽ 15.97 ഓം. പക്ഷെ അത് ടോട്ടലാണ്. XA + XB ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞത്, ടോട്ടൽ. ആ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാണണമെങ്കിൽ √Z² - RA + RBൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. Z² എന്ന് പറയുന്നത് ടോട്ടലാണല്ലോ. 15.97² മൈനസ് RA + RBൻ്റെ സ്ക്വയർ 13.32 എന്ന് പറഞ്ഞാൽ 8.84 ആയി. നമ്മുടെ കയ്യിൽ XB കിട്ടിയിട്ടില്ല അല്ലേ? XB കാണണം. 2πf × L. 2 × 3.14 × 50 × 0.015, ദാറ്റ് ഈസ് 4.71 ഓമാണ്. അപ്പോൾ XB ആയി. അപ്പോൾ XA എന്ന് പറഞ്ഞാൽ
8.84 നിന്ന് 4.713 കുറച്ചാൽ 4.13 ലഭിക്കും. ആ വാല്യൂസ് എല്ലാം ഇവിടെ എഴുതിയാൽ കിട്ടിയ വാല്യൂകളെല്ലാം എഴുതി. ഇനി നമുക്ക് എൽ എ കാണാൻ വേണ്ടിയിട്ട് എക്സ് എ ഡിവൈഡഡ് ബൈ 2πf 4.13 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 0.0132 ഹെൻറി കിട്ടും. സെഡ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കോയിലിനെ ക്രോസ്. അതെ ശരിക്കും കാണാൻ പറഞ്ഞ റൂട്ട് ഓഫ്, പക്ഷെ ഇത്രയും ചെയ്താൽ RA² പ്ലസ് SA². RA എന്ന് പറയുന്നത് 5 ഓം, 5² പ്ലസ് XA എന്ന് പറഞ്ഞാൽ 4.13², 6.485. ZB എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് RB² പ്ലസ് XB². RB എന്ന് പറഞ്ഞാൽ 8.3, 8.3² പ്ലസ് 4.713². So ZB impedance across coil B 9.4. അപ്പോൾ പൊട്ടൻഷ്യൽ അക്രോസ് കോയിൽ ബി എന്ന് പറയുന്നത് 15.03 ഇൻറ്റു 6.485 97.5 വോൾട്ട്. കോയിൽ ബി എന്ന് പറഞ്ഞാൽ I ഇൻറ്റു ZB 15.3 ഇൻറ്റു 5.45 14.35 വി വോൾട്ടാണ്. ഇത്രയാണ് നമ്മൾ കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.